അതിനായിട്ടൊരു പാത്രം എടുക്കുക. ഇതിലോട്ടൊരു 1/4 കപ്പിലും കുറച്ച് താഴെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അതെടുത്താലും നല്ലത്. പിന്നെ കല്ല് പോലെ പഞ്ചസാര ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കലങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു കോഴിമുട്ട എടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഈ കോഴിമുട്ടയിൽ 2 മഞ്ഞക്കുരു ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഈടെ കിട്ടുന്ന മുട്ടയിലൊക്കെ 2 മഞ്ഞക്കുരു കാണുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് പഞ്ചസാരയും മുട്ടയും നല്ലവണ്ണം ഒന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ മുട്ട കുഞ്ഞു മുട്ടയാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറും ചേർക്കാം കേട്ടോ. അലിയിച്ചിട്ട് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ബട്ടറാണ് എടുക്കുന്നുണ്ടെങ്കിൽ, ഉപ്പുള്ള ബട്ടറാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കളർ വേണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ കളറായിട്ട് ചേർക്കുന്നില്ല. നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുന്നില്ല, അപ്പോൾ കളർ ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കൂടി കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓയിൽ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ. ഇതില്ലെങ്കിൽ കസ്റ്റർഡ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. കസ്റ്റർഡ് പൊടിയിൽ ഓൾറെഡി യെല്ലോ കളർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കട്ടകളില്ലാതെ ഒന്നും കൂടി കലക്കിയെടുക്കാം. ഇനി 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എസെൻസ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ എസെൻസാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് എസെൻസാണ് ഉള്ളത് അത് ചേർത്താലും മതി. ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ എസെൻസാണ് ചേർത്തിട്ടുള്ളത്. വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൈദയിലാണ് ചേർക്കുന്നത്, ഗോതമ്പിലല്ല കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി എത്ര വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നല്ലൊരു കട്ടിയാവുന്നത് വരെ കിട്ടണം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പോരാ, കട്ടിയായിട്ട് കിട്ടണം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഡബിൾ മുട്ടയതിൻ്റെ പേരിലാണ് ഇത്രയും പൊടി വന്നിട്ടുള്ളത്. അല്ലാതെ കുഞ്ഞു മുട്ടയാണെങ്കിൽ ഇത്ര പൊടി ആവശ്യമില്ല. നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ലൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുഞ്ഞു ബോളാക്കി മാറ്റാം. ഇതേപോലെ എടുത്തിട്ട് കുഞ്ഞു ബോളാക്കിയിട്ട് ആദ്യം മാറ്റാം. അപ്പോൾ 12 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോളിനെടുത്തിട്ട് ഇങ്ങനൊന്ന് നീളത്തിൽ കൈ കൊണ്ട് ഒന്ന് നീട്ടിയെടുക്കാം. ഇതേപോലെ കൈ വെച്ചിട്ട് കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ അല്പം എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് റിങ് പോലെ ആക്കാം. ഇതേപോലെ 2 അറ്റവും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഡിസൈൻ ആക്കി കൊടുക്കാം. ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിലും ഒന്ന് വരയിട്ട് കൊടുക്കാം. ഇങ്ങനെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം. അടുത്ത ബോൾ എടുക്കാം. അതും ഇതേപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതേ 12 എണ്ണം ഇതിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ എല്ലാം ഞാൻ 12 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊപ്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്യണം 5 മിനിറ്റ് മുമ്പ്. എന്നിട്ട് നമുക്കൊരു 8 തൊട്ട് 10 മിനിറ്റ് വരെ 160 ഡിഗ്രിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വരാം. അത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. എയർ ഫ്രയർ ഇല്ലെങ്കിൽ അല്ലാതെ ഓവനിൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ സ്റ്റോവ് ടോപ്പിൽ ഒരു പാനിൽ വെച്ചിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കേക്കൊക്കെ ചെയ്യുന്നില്ല, അതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇത് റെഡിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാതെ കുറച്ചും കൂടി ഒന്ന് മൊഞ്ച് കൂട്ടാനായിട്ട് ഒരല്പം
ന്യൂട്ടല്ലയോ കയ്യിലുള്ള ജാമോ ഏത് വേണേലും നമുക്ക് ഈ ബാക്ക് സൈഡിലോട്ട് ഒന്നിങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ആക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് ജാം ഉണ്ടെങ്കിൽ ജാം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽട്ടാക്കിയത് ചെയ്താലും മതി. ഇപ്പം ഞാൻ ന്യൂട്ടല്ലയാണ് ചെയ്യുന്നുള്ളത്. ഇതുപോലെ ചുറ്റിലും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരെണ്ണം കൂടി എടുത്തിട്ട് ഒന്ന് ഇതിനൊട്ടിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് 12 എണ്ണം ഈക്വലായിട്ട് തന്നെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ പെയറായിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ ഒട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയായിട്ടും കഴിക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.